2026-27 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് വികസന സെമിനാർ നടത്തിയത്. 2026-27 വാർഷിക പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മാലിന്യരഹിത ഹരിത പഞ്ചായത്ത് എന്നതാണ്. കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന 26-27 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീർ തുകലിൽ അധ്യക്ഷത വഹിച്ചു. എന്തായാലും നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ കൊല്ലം ഏകദേശം 7-8 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള റോഡുകൾ, തോടുകൾ, നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചത്. നമുക്കതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമ്മുടെ പഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങളിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ചർച്ച ചെയ്യുന്നതിനും ഭാവി ദിശ നിശ്ചയിക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ജനപങ്കാളിത്തത്തോടെ രൂപപ്പെടുന്ന വികസനമാണ് യഥാർത്ഥത്തിൽ ഫലപ്രദമാകുന്നത്. സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ പ്രയോജനകരമാക്കുന്നത് ജനങ്ങളുടെ സജീവ സഹകരണത്തോടെയാണ്. അതിനാൽ തന്നെ ഇന്ന് നടക്കുന്ന ഈ സെമിനാർ വെറും ഒരു ചർച്ചാവേദിയല്ല, മറിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാവി രൂപപ്പെടുന്ന ഒരു ചിന്താവേദിയാണ്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം എന്നീ മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. വികസനം എന്നത് കെട്ടിടങ്ങൾ പണിയുന്നതിലല്ല, മറിച്ച് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലാണ്. വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TH അബ്ദുൽ ജബ്ബാർ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് മഹാത്മാഗാന്ധി നമ്മളോട് വിഭാവനം ചെയ്തതുപോലെ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഗ്രാമസഭകളിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് മാത്രമായി കൂടുന്ന ഒരു സഭയായി മാറരുത്. നമ്മുടെ പൊതുവായ പ്രശ്നങ്ങൾ, പൊതുവായ വികസനം, നമ്മുടെ നാട് റോഡും തോടുമൊക്കെ ഏതാണ്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട്. പക്ഷെ പൊതുവായ ഒട്ടേറെ കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് നമുക്കറിയാം. ഇന്ന് ചികിത്സാ ചെലവ് ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവ് ഉള്ള ആരോഗ്യരംഗത്താണ്. നമുക്കറിയാം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് എന്ന് പറയുന്ന ഒരു ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീറ ഫൈസൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമിത അൻസാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ CA, പഞ്ചായത്ത് മെമ്പർമാരായ വിജി സണ്ണി, കൃഷ്ണകുമാർ, ഷിജു രാഘവൻ, VC ചന്ദ്രൻ, CDS ചെയർപേഴ്സൺ ഷെമീന എന്നിവർ സംസാരിച്ചു. പദ്ധതികളെക്കുറിച്ച് അസിസ്റ്റന്റ് സെക്രട്ടറി വിശദീകരണം നൽകി. VM ഷംജാം നന്ദി രേഖപ്പെടുത്തി. 24 വാർഡുകളിലും വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇടവഴി റോഡ് പുനരുദ്ധാരണം, കാനയുടെ മുകളിൽ സ്ലാബിടുക, സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക, കനാൽ നന്നാക്കുക, സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനു വേണ്ട സഹായം, റോഡ് നവീകരണം, ഷീജിം സ്ഥാപിക്കുക, ഡ്രൈനേജ് നിർമ്മാണം എന്നിവയാണ് 2026-27 വാർഷിക പദ്ധതി കരട് നിർദ്ദേശങ്ങൾ. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.